അക്വിറ്റീസ്. ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു പുണ്യാത്മാവ്. ദിവ്യകാരുണ്യത്തെ സ്വർഗീയ പാതയാക്കിയ ധന്യജീവിതം. നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം. തികഞ്ഞ IT പ്രതിഭ. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ അക്വിറ്റീസ്. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ശാലോം TVയിലെ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ കാർലോ അക്വിറ്റീസ് എന്ന് പറയുന്ന 15 വയസ്സ് വരെ മാത്രം ജീവിച്ച ആ ഒരു ടീനേജറുടെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയുടെ ഒരുക്കങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും കാർലോ അക്വിറ്റീസ് ജീവിച്ച അത്രയും നാൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ചൈതന്യത്തിൻ്റെ തണലിൽ വിശുദ്ധ ജീവിതം നയിച്ച ഒരു ടീനേജറാണ് എന്ന് നമുക്ക് ഓരോ ഷെയറിങ്ങുകളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇവിടെ തുടരുന്നത് അദ്ദേഹത്തിൻ്റെ ദിവ്യകാരുണ്യത്തോടുള്ള ആ ഒരു വലിയ പ്രണയമാഴം. കാർലോ അക്വിറ്റീസ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞിരുന്നതായിട്ട് നമ്മൾ ഈ ബ്രദേഴ്സിൽ നിന്ന് കേട്ടത്, വിശുദ്ധ കുർബാനയെ ഈശോയുടെ ഒരു ലവ് ലെറ്ററായിട്ടാണ് പരാമർശിച്ചിരുന്നത്. എന്തുമാത്രം ഒരു ആഴത്തിലുള്ള അനുഭവമായി ദിവ്യകാരുണ്യത്തെയും ദിവ്യകാരുണ്യ സ്വീകരണത്തെയും ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയെയും കാർലോ അക്വിറ്റീസ് കണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും കാർലോ അക്വിറ്റീസിനെ കുറിച്ച് വ്യക്തിപരമായി പഠനങ്ങൾ നടത്തിയ നമ്മുടെ ഈ 2 സെമിനാരിയൻസ് ബ്രദേഴ്സ്, ബ്രദർ ജോണും ബ്രദർ എഫ്രേമും ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത് കാർലോ അക്വിറ്റീസിന് ദിവ്യകാരുണ്യത്തോടുള്ള ഒരു ആരാധനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചാണ്. ആരാധിച്ചിരുന്ന രീതികൾ, ആരാധനയിൽ ലഭിച്ചിരുന്ന ബോധ്യങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായി ഒരു ആരാധനയുടെ വ്യത്യസ്ത മാനങ്ങളെക്കുറിച്ച്, ദിവ്യകാരുണ്യ ആരാധനയുടെ വ്യത്യസ്ത മാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് സംസാരിച്ചു തുടങ്ങാം. കാർലോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ കാര്യം ദിവ്യകാരുണ്യത്തോടുള്ള കാർലോയുടെ ഭക്തിയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും അരമണിക്കൂറോളം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കാർലോ നമുക്കെല്ലാവർക്കും ഒരു നല്ലൊരു മാതൃകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അരമണിക്കൂർ മുമ്പ് മുട്ടിന്മേലായിരുന്നുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ, ആ ഒരു പെനൻസ്, ആ ഒരു പ്രായശ്ചിത്തം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ കാർലോയ്ക്ക് കഴിഞ്ഞു എന്നത് കാർലോയുടെ വലിയ വിജയം തന്നെയാണ്. പ്രത്യേകമായിട്ടും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് കാർലോ ഇത് കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാർലോ കാഴ്ചവെച്ചെന്നാണ് കാർലോയുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയൊരു ബോധ്യം കാർലോയ്ക്ക് ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളും ഇങ്ങനെയൊരു ബോധ്യത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്ത നമുക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ കാർലോയുടെ അമ്മ കാർലോയ്ക്ക് കൊടുത്ത ഏറ്റവും ആദ്യത്തെ സമ്മാനം എന്ന് പറയുന്നത് ഒരു ചെമ്മരി ആടിൻ്റെ ഒരു പാവക്കുട്ടീനെയാണ്. ഒരു ചെമ്മരി ആടിൻ പാവക്കുട്ടി, ഒരു വെള്ള ചെമ്മരിയാട്. പക്ഷേ ഈ ചെമ്മരി ആകാൻ കാർലോയ്ക്ക് കഴിഞ്ഞു എന്നാണ് കാർലോയുടെ വിജയം. ഈ ചെമ്മരി ആടിൻ്റെ ഈ പാവക്കുട്ടിയെ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ഈ ചെമ്മരിയാടുന്ന ഈ പാവക്കുട്ടിയിൽ ഈശോനെ കാണാൻ കാർലോയ്ക്ക് കഴിഞ്ഞു. ഈശോ ആകുന്ന ചെമ്മരിയാട് നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ ലോകത്തിന് മാനസാന്തരം ഉണ്ടായതുപോലെ, ലോകത്തിലെ പാപകറകൾ മാഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ചെമ്മരിയാടാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന ചിന്ത കാർലോയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. കാർലോയുടെ അമ്മ ഈ പാവക്കുട്ടിയെപ്പറ്റി ഞങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട്. ഈ പാവക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. എനിക്കും ഇതുപോലെ ഒരു പാവക്കുട്ടിയാകണം, ഇങ്ങനെ ഒരു ചെമ്മരിയാടാകണം, ഈശോനെ പോലെ ഒരു ചെമ്മരിയാടാകണം എന്നൊക്കെ പറയുമായിരുന്നു പറയും. ഇതോടൊപ്പം തന്നെ കാർലോയെപ്പറ്റി കാർലോയുടെ കൂട്ടുകാരും ഇതുപോലെ തന്നെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല കൂട്ടുകാരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ പള്ളിയിൽ പോകുന്നവർ, ഒത്തിരി നാളൊക്കെ കൂടി പള്ളിയിൽ പോകുന്നവർ കാർലോ നേരത്തെ വന്ന് മുട്ടിന്മേലായിരുന്നു കൊണ്ട്
പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത്രയും വലിയ കുലീന കുടുംബത്തിലായിരുന്നിട്ട് പോലും ഈ തണുപ്പും ചൂടും മഴയും എല്ലാം സഹിച്ച് ഇത്ര നേരത്തെ പള്ളി വന്ന് ഇവൻ എങ്ങനെ ഇത് ആരാധിക്കാൻ സാധിക്കുന്നു, എങ്ങനെ ഈ വിശുദ്ധ കുർബാനയെ ഇത്രയധികം പ്രണയിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ കൂട്ടുകാരൊക്കെ പറയാറുണ്ടായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. അത് അവർക്ക് വലിയൊരു മാതൃകയായിരുന്നു കൂട്ടുകാർക്കൊക്കെ. കൂട്ടുകാർ കാർലോട് തന്നെ പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു, ഇത്രയും കുലീന കുടുംബത്തിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ലല്ലോ, നിനക്ക് എങ്ങനെ ഈ ചിന്തയിലേക്ക് എത്താനും ഇങ്ങനെ ക്രിസ്തുവിനെ ഇതുപോലെ കാണാനും സാധിക്കുന്നു എന്ന് കാർലോട് ചോദിക്കുന്നുണ്ട്. കാർലോ അവരോടിങ്ങനെ വളരെ ഇത് എനിക്കങ്ങനെ ഇങ്ങനെ തോന്നി, നമുക്കങ്ങനെ തോന്നണം, അത് തോന്നാത്തതാണ് നമ്മുടെ തെറ്റെന്നുള്ള രീതിയിലാണ് കാർലോ പലപ്പോഴും അവരോട് പറഞ്ഞു കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാർലോയുടെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു സവിശേഷതയാണ് കാർലോ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആദ്യമൊക്കെ കാർലോയ്ക്ക് വിശുദ്ധ കുർബാനയിലെ പങ്കെടുക്കുമ്പോൾ ഒരു വിരസത തോന്നുമായിരുന്നു. നമുക്കെല്ലാവർക്കും തോന്നാറുള്ള എല്ലാം സെയിം ആയിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് എല്ലാ ദിവസവും. അപ്പോൾ സെയിം ആയിട്ടുള്ള ഒരു കാര്യം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനോടൊരു വിരസത തോന്നും. കാർലോ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ കാർലോ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാർലോ അത് മാറ്റിയെടുത്തത് എങ്ങനെയാണെന്നുള്ളതാണ് കാർലോയുടെ വിജയം. കാർലോ പറയുന്നത്, ഞാൻ വിശുദ്ധ കുർബാനയെ ധ്യാനമാക്കിയപ്പോൾ ഇതെല്ലാം ഒരു പുതുമയായിട്ട് തോന്നി. ഇതിലെല്ലാം എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ക്രിസ്തു, അന്നത്തെ കാൽവരിയിലെ ബലി, ക്രിസ്തു തന്നെ അവിടെ പോയി രക്തം ചിന്തി മരിക്കുന്ന ഒരു അനുഭവമാണ് എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നത്. അത് ധ്യാനാത്മക ചിന്തയിലൂടെയാണ് വിശുദ്ധ കുർബാനയെ കാർലോ സമീപിച്ചത്. ഈ ധ്യാനത്തിലൂടെ നമ്മൾ എപ്പോഴും ഈ വിശുദ്ധ കുർബാന കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇതുപോലെ തന്നെയുള്ള ഡിസ്ട്രാക്ഷൻസ്, നമുക്ക് തന്നെ പല വിചാരങ്ങൾ വരാറുണ്ടല്ലോ വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ. ഈ ചിന്തകൾ പലപ്പോഴും മാറിപ്പോവും. ഈശോ തന്നെയാണ് അർപ്പിക്കുന്നത്, ഈശോയുടെ തന്നെ രക്തമാണ് ചിന്തപ്പെടുന്നത്, ഈശോ തന്നെ കാൽവരിയിൽ മരിക്കുവാണ് എന്നൊരു ചിന്ത കാർലോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിലേക്ക് കാർലോ കടന്നു ചെന്നപ്പോൾ കാർലോയുടെ ജീവിതം, കാർലോയുടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ കുർബാനയാകാനും അത് മറ്റുള്ളവർക്ക് കാർലോയെ കണ്ടുകൊണ്ട് വിശുദ്ധ കുർബാനയെ പ്രണയിക്കാനും ഇടയായി. ബ്രദർ ജോൺ, താങ്ക് യു വെരി മച്ച്. കാരണം വളരെ രണ്ട് വളരെ പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും പറഞ്ഞ ഓരോ പോയിന്റിലും വളരെ ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഒരു കാർലോയ്ക്കുണ്ടായിരുന്ന ആ ഒരു ആരാധന, അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുന്നതാണ്. എങ്കിലും രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്തുനിന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക്. കാരണം ഒന്ന്, ഒരു പാവക്കുട്ടി, ചെമ്മരിയാട്ടിൻ പാവക്കുട്ടിയെ കണ്ടപ്പോൾ കാർലോയ്ക്ക് കിട്ടിയൊരു ബോധ്യം എന്ന് പറയുന്നത്, ഞാൻ ഇതേക്കുറിച്ച് പറയുന്നത് ഒരുപക്ഷെ ഏത് സാധാരണ വിശ്വാസിക്കും ഒരു പ്രത്യേകമായ ദിവ്യശക്തിയും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. സാധാരണ വിശ്വാസിക്കും വളരെ പ്രകടമായ ഒരു ദൈവസ്വരാന്വേഷണത്തിനുള്ളൊരു വലിയൊരു ചിന്തയുണ്ട് ഇതിനകത്ത്. കാരണം നമ്മൾ ഈ ഭൂലോകത്തുള്ള നമ്മുടെ ചുറ്റും നടക്കുന്ന ഏത് സംഭവങ്ങളിലേക്കും നമ്മുടെ ചുറ്റുമുള്ള ഏത് വസ്തുക്കളിലേക്കും നമ്മൾ സൂക്ഷ്മതയോടെ ഒരു ദൈവസ്വരം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ കുറച്ചു നേരം നോക്കി നിന്നാൽ ആ ഓരോ കാര്യത്തിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ തിരക്കുകൊണ്ടും നമ്മുടെ മുൻവിധികൾ കൊണ്ടും നമ്മുടെ മറ്റ് കാഴ്ചപ്പാടുകൾ കൊണ്ടൊക്കെയാണ് ദൈവസ്വരം കേൾക്കാത്തത്. സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മൾ ഈ ശാലോം ടി വിയിൽ വന്ന് ഇതുപോലെ നമ്മൾ 3 പേരും ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് കാർലോ കിട്ടിസിനെ കുറിച്ചുള്ളൊരു ജീവിതം പറയുന്നിടത്ത് തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ ഓരോ വരികൾക്കിടയിലുണ്ട്. അതുപോലെയാണ് ഇവിടെ വളരെ മനോഹരമായ ഒരു കാര്യം, ഒരു ചെമ്മരിയാട്ടിൻ പാവക്കുട്ടിയെ കയ്യിലെടുത്തിട്ട് അതിലേക്ക് വീണ്ടും വീണ്ടും നോക്കുന്ന കാർലോയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തുന്നത് ചെമ്മരിയാട്ടിൻ കുട്ടി ആട് നല്ല ജീവിയാന്നല്ലല്ലോ, അല്ലെങ്കിൽ ആടിന് ഇത്ര പ്രത്യേകതകളുണ്ടെന്നോ ആട് പുല്ല് എന്ന് ജീവിക്കുന്ന ജീവിയാണെന്നൊന്നും അല്ലല്ലോ. മറിച്ച് അവിടെ ദൈവസ്വരം വളരെ മനോഹരമായിട്ട് വരിക. അതായത് നമ്മൾക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തിയ ജീവൻ അർപ്പിച്ച ഒരു ചെമ്മരിയാട്ടിൻ കുട്ടി, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ പുലഭാഗങ്ങൾ നമ്മൾ ആ പ്രാർത്ഥന ചെല്ലുന്നത് പോലെ ആ ഒരു പാപങ്ങൾ നീക്കാൻ വന്ന ആ ആട്ടിൻകുട്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അർപ്പിച്ച ആ ഒരു ഈശോയാണ് ഇവിടെ കൃത്യമായിട്ട് കാർലോ ഓർത്തെടുക്കുന്നതും കാർലോയ്ക്ക് ദൈവസ്വരവുമായി തിരിച്ചറിവുണ്ടാവുന്നതും. ഇത് ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ദൈവസ്വര അന്വേഷണ രീതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നത്, കാർലോ ഈ കുർബാനയുടെ ഇടയിലുള്ള പ്രലോഭനങ്ങളെ, ഡിസ്ട്രാക്ഷൻസിനെ അല്ലെങ്കിൽ മറ്റ് ചിന്തകളെ അതിജീവിച്ചത് കുർബാനയെ ഒരു ധ്യാനമാക്കിക്കൊണ്ടാണ് എന്നത്. അതൊരു ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക്, ആവർത്തിക്കുന്ന ഒരു ചടങ്ങ് എന്നതിനപ്പുറം ഇത് ഓരോ ദിവസത്തെയും ഒരു ധ്യാനമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാർലോ പറഞ്ഞതുപോലെ എനിക്കെല്ലാം പുതിയതാണ്. ഓരോ ദിവസവും ഒരേ പ്രാർത്ഥന വീണ്ടും കേൾക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോഴും ഇത് തന്നെ പലപ്പോഴും നമുക്ക് ഒരേ ദൈവവചനം നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും വേറെ ഇൻസൈറ്റ്സാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത്. അതാണ് അതിൻ്റെ മനോഹാരിത. ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മനോഹരം വളരെ വളരെ പ്രായോഗികമായ ഒരു നിർദ്ദേശവും കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഫ്രെയിം നമുക്ക് മറ്റ് ദിവ്യകാരുണ്യ ആരാധനയുടെ മറ്റ് അനുഭവത്തിൻ്റെ തലങ്ങളിലേക്ക് പോകാം.
കാർലോ ബ്രദർ ജോൺ പറഞ്ഞ പോലെ ആരാധനയുടെ മുമ്പിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പുതിയ ഇൻസൈറ്റ്സ് കിട്ടാറുണ്ട്. റൈജി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൽ രണ്ടെണ്ണം പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലിങ്ങനെ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ് ഇതാ. അദ്ദേഹം ഡയറിയിൽ പോയി എഴുതി വെച്ചു, ഇതിന് 15 വയസ്സുകാരിയായ ഒരു സ്ത്രീ, അതാണ് പരിശുദ്ധ മറിയം, ഒരു തച്ചനായ പാവപ്പെട്ട യൂസഫ്. അപ്പോൾ ഇവരെ രണ്ടിനെയും ദൈവം എങ്ങനെയാണ് അപ്പനും അമ്മയാകാൻ തിരഞ്ഞെടുത്തത്? അവരെപ്പറ്റി സംസാരിക്കുമ്പോൾ, അവരെപ്പറ്റി ചിന്തിച്ചപ്പോൾ കാർലോയ്ക്കുണ്ടായ ഒരു ആധ്യാത്മികമായൊരു ചിന്തയാണ്, ഇവരുടെ എളിമയും ഇവരുടെ വിശുദ്ധിയുമാണ് ഇവരെ ഇത് പ്രകാരം ദൈവ മാതാവാകാനും ദൈവത്തിൻ്റെ വളർത്തുപിതാവാകാനും തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനെപ്പറ്റി അത്യധികമായ രീതിയിൽ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഉണ്ണി ഈശോ ജനിച്ചത് ഒരു പുൽത്തൊഴുത്തിലാണ്. ഈ 15 വയസ്സുകാരിയായ സ്ത്രീക്കും ഈ തച്ചനായ യൗസേപ്പിനും ഒരു വീടില്ല മകനെ കിടത്താൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന് നമ്മുടെ ഉള്ളിലാണ് ഈശോ ജനിക്കുന്നത്. അപ്പോൾ അന്നത്തെ ബെത്ലഹേമിലെ ആ പുൽത്തൊഴുത്താണ് ഇന്ന് ഏറ്റവും നല്ലത്. എന്തെന്നാൽ നമ്മുടെ എല്ലാം സ്വീകരിക്കുന്ന, നമ്മുടെ എല്ലാം ഹൃദയത്തിൽ വന്ന് പിറക്കേണ്ടവന് ഹൃദയത്തിൻ്റെ പരിശുദ്ധി പോരാ, നമ്മുടെ എല്ലാം ഹൃദയത്തിൽ മലിനത നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുതി വയ്ക്കുകയാണ്, അന്നത്തെ പുൽക്കൂടല്ലേ ഇന്നത്തെ ഹൃദയങ്ങളെക്കാളും എത്രയോ വെണ്മയേറിയത്, ഈശോയുടെ ആ ഒരു പുൽത്തൊഴുത്തിനേക്കാളും എത്രയോ വെണ്മയേറിയതായിരിക്കണം നമ്മുടെ ഓരോരുത്തരും ഹൃദയമെന്ന് അദ്ദേഹം എഴുതി വയ്ക്കുകയാണ്. അപ്പം കാർലോയുടെ അമ്മ ഈ വാക്ക് കണ്ടിട്ട് ഞെട്ടിപ്പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്രായത്തിൽ ഇവൻ ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ആ അമ്മ പോലും അന്നേരം കോരിത്തിരിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ ഇത്രത്തോളം ചിന്തിച്ചത് ഞങ്ങളെയൊക്കെ അത്യധികമായിട്ട് ഈശോയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്കും പാപമില്ലാതെ ഈശോയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ വേണ്ടി. ആ ഒരു വാക്കിൽ നിന്നാണ് കാർലോയുടെ അമ്മ അത് കഴിഞ്ഞ് പിന്നെ യുക്രിസ്റ്റിക് കോൺഗ്രസ്സിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ പ്രസിഡൻ്റ് ആയിരുന്നു. അങ്ങനെ പല സംഘടനകളിലും കാർലോയുടെ അമ്മ ഈ ഒരു മെഡിറ്റേഷൻ കണ്ടു കഴിഞ്ഞിട്ട് പോയി ജോയിൻ ചെയ്യുകയാണ്. അതായത് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, എന്നിട്ട് ഹൃദയം അതിനുവേണ്ടി ഒരുക്കാൻ ഓരോരുത്തരും പഠിപ്പിക്കുകയായിരുന്നു കാർലോ ചെയ്തത്. അപ്പോൾ കാർലോയുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ടച്ചിങ് ആയ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ കാർലോയുടെ പപ്പായെയും ഇതുപോലൊരു മെഡിറ്റേഷൻ, കാർലോയുടെ ഒരു സംഭാഷണത്തിൽ നിന്ന് കാർലോയുടെ പപ്പായെയും ടച്ച് ചെയ്തൊരു കാര്യം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ നേരത്തെ എപ്പിസോഡിൽ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരിക്കൽ വിശുദ്ധ നാട് സന്ദർശിക്കാൻ വേണ്ടി കാർലോയെ വിളിക്കാൻ വേണ്ടി പപ്പ ചെല്ലുക. ഇടവകയിലെ വൈദികരുണ്ട്, അമ്മയും പപ്പയും എല്ലാവരും. കാർലോയെ ഏതൊക്കെയാലും വിശുദ്ധ നാട് സന്ദർശിക്കാം, ഈശോ അവിടെ ജനിച്ചു വളർന്ന സ്ഥലം കാണാം. ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ എഴുതിയതല്ലേ, അപ്പോൾ അവൻ ആ മെഡിറ്റേഷൻ ആയിരിക്കുന്ന എഴുതിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് പോകാൻ അവന് ആഗ്രഹം കാണുമല്ലോ. ബെത്ലഹേമും ഗലീലയും ഈശോയുടെ ആ നസ്രത്തും എല്ലാം കാണാൻ അവനും ആഗ്രഹം കാണുമല്ലോ എന്ന് ഓർത്ത് പപ്പ പറഞ്ഞു, നമുക്ക് ഈ അവധിക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കാർലോ ഒരു കുറച്ച് നിമിഷത്തേക്ക് മിണ്ടാതിരുന്നിട്ട് കാർലോ ഒരു മറുപടി കൊടുക്കും പപ്പായോട്, പപ്പായേ, നമ്മുടെ ദേവാലയത്തിലെ സക്രാരിയിൽ ഈശോയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിൽ നസ്രത്തിൽ ജനിച്ച് വളർന്ന ഈശോ, അവിടെ ഗലീലിയിൽ വചനം പ്രസംഗിച്ച് നടന്ന അത്ഭുതങ്ങൾ പ്രസംഗിച്ച് നടന്ന ഈശോ ഇന്ന് ഈ സക്രാരിക്കകത്തുള്ളപ്പോൾ ആ ഈശോയെ നമ്മൾ ജെറുസലേമിലും നമ്മൾ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകുന്ന ആ ഒരു ഫീലിങ്ങിൽ പോയി നമ്മൾ നമ്മുടെ സക്രാരിയിലെ ഈശോയെ നമ്മൾ വണങ്ങണം, ആരാധിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം പൊതുവെ ഒരു സ്വഭാവമാണ്, അവിടെ അത്ഭുതം ഇവിടെ അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകാൻ തിടുക്കം കാണിക്കും. ഇടവകയിൽ പോകാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ കാർലോയുടെ പപ്പ അങ്ങ് കോരിത്തിരിക്കുക. കാരണം വെച്ചാൽ എൻ്റെ മകൻ ഇത്രയും ആധ്യാത്മികമായിട്ട് വളർന്നോ? അപ്പോൾ മകനോട് പറഞ്ഞു, ഞാനും പോകുന്നില്ല, നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ സക്രാരിയിൽ ഈശോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ബ്രദർ ജോൺ നേരത്തെ പറഞ്ഞ പോലെ കാർലോയുടെ ആധ്യാത്മികതയിൽ പരിശുദ്ധ കുർബാനയെ പറ്റി നമ്മൾ പ്രതിപാദിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നു, ഇന്നും ഈശോ നമ്മുടെ ഇടയിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ സാന്നിധ്യ അനുസ്മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് കാർലോ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. ആ പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ് നമ്മുടെ സക്രാരിയിൽ മറിഞ്ഞിരിക്കുന്ന അവൻ ഈശോ. അപ്പോൾ ആ ഈശോയെ ആ ഒരു തീഷ്ണതയോടുകൂടെ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് പറയാൻ കാർലോ ആഗ്രഹിച്ചിരുന്നു. കാർലോയുടെ ഒരു ആരാധനയുടെ ഒരു തലം കൂടെയാണിത്. അതായത് എന്തുണ്ടായാലും അവൻ ഓടിച്ചെന്ന് കളിക്കുന്നതിന് മുമ്പാണേലും കളിയാണ് പ്രാധാന്യമെന്ന് പലരും ഓർക്കാറുണ്ടായിരുന്നു കാർലോയുടെ. പക്ഷെ കാർലോ കളിക്കുന്നതിന് മുമ്പ് പോലും ഇപ്പം അവിടെ ഒത്തിരി പേര് വിളിക്കുവാണ്, കളിക്കാൻ പാ മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകത്തില്ല. പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് മതി എനിക്ക് അന്നത്തെ അവധിയുടെ സമയത്തുള്ള കാര്യങ്ങളെന്നാണ് കാർലോ പറയുന്നത്. ദേവാലയത്തിൽ പോയി കഴിഞ്ഞിട്ടുള്ള കളി, ദേവാലയത്തിൽ പോയി കഴിഞ്ഞിട്ടുള്ള പഠിത്തം,
അത് കാർലോ ശാഠ്യം പിടിക്കുമായിരുന്നു. എനിക്ക് ദേവാലയമാണ്, അതായത് നമ്മുടെ യുവജനങ്ങൾ നമ്മളെല്ലാവരും ഇടവകയോട് ചേർന്ന് നിൽക്കാനുള്ളൊരു ആഹ്വാനമാണ് കാർലോ അവിടെ നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും പുത്ര എഫ്രേം ഒരു വളരെ 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 വ്യക്തതയുള്ള ഒരു കാര്യമാണത്. കാരണം തീർച്ചയായിട്ടും ഹോളി ലാൻഡിൽ ആളുകൾ പോകുക ഒക്കെ അത് താല്പര്യമുള്ളവർ പോകട്ടെ, പോകാതിരിക്കുക, അല്ലെങ്കിൽ ഹോളി ലാൻഡിൽ പോകുന്നതിനെതിരെയല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനെതിരെയല്ല കാർലോ പറയുന്നത് ക്ലിയറാണ്. പക്ഷേ കാർലോ പറയുന്നത് എനിക്കിവിടെ കാർലോക്ക് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വേറൊരു ആഗ്രഹം കൂടി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കണം അതിൻ്റെ ഇടയിൽ. കാരണം ഈ യാത്രയിലിടയിൽ കുർബാന മുടങ്ങുമോ എന്നുള്ള ഭയമൊക്കെ കാർലോയ്ക്ക് ഉണ്ടായിരുന്നതും കൂടിയാണ് എനിക്ക് ഉള്ളൊരു ചിന്ത. അപ്പോൾ വിശുദ്ധ കുർബാന മുടക്കാനുള്ള മടിയുമുണ്ട്. രണ്ട്, കാർലോ പറയുന്നത് വളരെ പോയിന്റ്, പലപ്പോഴും നമ്മൾ അത്ഭുതങ്ങൾ തേടി ലോകം മുഴുവൻ ഓടുമ്പോൾ യഥാർത്ഥമായ അത്ഭുതം അല്ലെങ്കിൽ യഥാർത്ഥമായ ക്രിസ്തു സാന്നിധ്യം ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ, വിധികാരുണ്യത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ സക്രാരിക്കുള്ളിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. കാരണം ഇത്രയും നമുക്ക് സമീപനായ, ഇത്രയും നമുക്ക് പ്രായോഗികമായി അപ്രോച്ച് ചെയ്യാവുന്ന ഒരു രൂപത്തിൽ, ആർക്കും അടുത്ത് ചെല്ലാവുന്ന രൂപത്തിൽ, അത്രയും എളിമയുടെ രൂപത്തിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ സക്രാരിയിൽ ഈശോ ഉള്ളപ്പോൾ അത്രയും നമുക്ക് ഉറപ്പുള്ള മറ്റൊരു സ്ഥലമില്ല. അവിടെ നമ്മൾ പോകാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകട്ടെ, പക്ഷേ ഏറ്റവും പ്രാധാന്യത്തോടെ പോകേണ്ടതും ഏറ്റവും റെഗുലറായി പോകേണ്ടതും മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതും സ്വന്തം ഇടവക ദേവാലയവും ആ ഇടവക ദേവാലയത്തിലെ സക്രാരിയുമാണ് എന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് കാർലോ ഇതിലൂടെ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇതാണ് പ്രാധാന്യം എന്നുള്ളതാണ് ഇതിനകത്തൊരു പോയിന്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാം. കാരണം ഈ കാർലോയുടെ ഇത്തരത്തിലുള്ള ധ്യാന ചിന്തകൾ ഇപ്പോൾ വളരെ മനോഹരമായ രണ്ട് കാര്യം, ഒന്ന് അമ്മയുടെ അടുത്തും ഒന്ന് അപ്പൻ്റെ അടുത്തും കാർലോയുടെ ഈ രണ്ട് ഇടപെടലുകളിലെ അല്ലെങ്കിൽ ധ്യാന ചിന്തകൾ അവരെ അത്ഭുതപ്പെടുത്തിയത് കാർലോയുടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ആധ്യാത്മികതയെക്കുറിച്ചുള്ള ഒരു ആഴവും ഒക്കെയാണ് ഇവരെ അമ്പരപ്പിച്ചതെന്നുള്ളതാണല്ലോ ബ്രദർ എഫ്രേമിൻ്റെ ഒക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. തീർച്ചയായിട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഈ സെനറ്റോല എന്ന് പറഞ്ഞ സ്ഥലത്തെ മേയർ കൂടെ ദേവാലയത്തിൽ വരുമായിരുന്നു. അപ്പോൾ ആ മേയർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നതാണ്. കാർലോയുടെ അമ്മ വഴിയാണ് അത് സംസാരിച്ച മേയറിനോട്. അപ്പോൾ മേയർ പറഞ്ഞൊരു കാര്യം, കൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കാളിത്തം അദ്ദേഹം കാണിക്കുമ്പോൾ, അദ്ദേഹം വരുമ്പോൾ, ദേവാലയത്തിൽ വരുമ്പോൾ ഒരു പയ്യൻ അവിടെ മുട്ടുകുത്തി നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം അതിശയിച്ചിട്ടുണ്ട്. എന്താണ് ഇവൻ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നതിൻ്റെ കാരണം? അദ്ദേഹം അടുത്ത് നിന്ന് നോക്കിയപ്പോൾ ജപമാല ചൊല്ലുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളോട് പറയുകയാണ്, മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇത് കണ്ടുപഠിക്കുക, നിങ്ങൾക്ക് ജീവിക്കുന്ന തെളിവാണ് ഇവൻ വന്നിരിക്കുന്ന ഫാമിലി, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എനിക്കറിയാം, ഇവൻ കോടീശ്വരനാണ്, അപ്പം ഇവൻ നല്ല പൈസ ഉള്ള വീട്ടിലെയാണ്, എങ്കിൽ പോലും ഇവൻ്റെ ആ ദൈവത്തോടുള്ള അപ്രോച്ച്മെൻറ്റ്. അപ്പം കാർലോയെ പറ്റി അദ്ദേഹം പറയുകയാണ്, ഒരിക്കലും കാർലോയുടെ നാവിൽ നിന്ന് ഒരു ദേഷ്യപ്പെടുന്ന വാക്കോ ഒന്നും അവിടെയുള്ള ജനങ്ങൾ കേട്ടിട്ടില്ലെന്ന് മേയർ തന്നെ അഭിപ്രായപ്പെടുകയാണ്. സെനറ്റോലയിലെ ഒരു പ്രശസ്തനായ ഒരു തിയോളജിയൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, എങ്കിലും അദ്ദേഹത്തിനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിക്കോള ഗോരയുടെ പുസ്തകത്തിലും എൻ്റെ പുസ്തകത്തിലും അതേപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിന് വിഡ്ഢികളെ പോലെ കുറേ പേരെ ആവശ്യമുണ്ട്. വിഡ്ഢികളാണെന്ന് നാം കരുതും ഈ മരിച്ചു കിടക്കുന്നവൻ. കാരണം മരിച്ചു കഴിയുമ്പോഴാണ് പറയുന്നത്, ഇവൻ വിഡ്ഢിയാണെന്ന് നിങ്ങൾ ഓർക്കും, അവൻ വെറും 15 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. പക്ഷേ അവൻ വിഡ്ഢിയല്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി. എന്തെന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം അടങ്ങിയിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ ജീവിതത്തിൽ എന്നും സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് നമ്മുടെ മുൻപിൽ യശശരീരനായിട്ട് കിടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ യഥാർത്ഥമായ ജ്ഞാനമാണ് പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നത്. പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ പരിപൂർണത നമുക്ക് ലഭിക്കും എന്നതിന് ഒരു ഉദാത്തമായ തെളിവ് കൂടിയാണ് കാർലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാർലോ കിറ്റിസിൻ്റെ ഈ ഒരു മേയറുടെ ഇൻസിഡൻറ്റ് കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും ഒന്ന് വീണ്ടും ആവർത്തിച്ച് പറയാൻ തോന്നുന്നത്, ഒരുപക്ഷെ വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണെങ്കിലും ആ സമ്പത്തിനേക്കാളൊക്കെ വലിയ സമ്പത്ത് ഈശോയാണെന്നും ഈശോയുടെ ദിവ്യകാരുണ്യമാണെന്നും കാർലോ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ മേയർക്ക് തൻ്റെ മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാവുന്നൊരു ഉദാഹരണമായി സക്രാരിക്ക് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ജപമാല ചെല്ലുന്ന ഒരു പയ്യനെ അവർക്ക് അത്രമാത്രം ഒരു ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ വിഡിത്തത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഒരു വിഡ്ഢിയാണ് എന്ന് മനുഷ്യൻ കരുതുമെങ്കിലും യഥാർത്ഥമായ ജ്ഞാനം, അതിൻ്റെ ജ്ഞാനത്തിൻ്റെ എല്ലാം ഏറ്റവും വലിയ സ്രോതസ്സായ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം മനസ്സിലാക്കിയ ആളെന്ന നിലയിൽ കാർലോയെ ഒരു തിയോളജിയൻ വിശേഷിപ്പിക്കുന്നു എന്ന് കരുതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കാരണം
ഇത് പ്രായമോ ഒരാളുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ സാമ്പത്തിക പശ്ചാത്തലമോ ഒരാളുടെ ഒന്നുമല്ല, മറിച്ച് ദൈവത്തോടുള്ള അയാളുടെ തീരാത്ത ആഗ്രഹവും ദൈവത്തെക്കുറിച്ചുള്ള അയാളുടെ വലിയ സ്നേഹവും അടുപ്പവും ഒക്കെയാണ് അയാളെ ഇതാക്കുന്നത്. മുമ്പ് നമ്മൾ പരാമർശിച്ചപ്പോൾ ഈ ഔസേപ്പ് പിതാവിനെയും കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ വിശുദ്ധിയും ഒരുക്കവുമാണ് അവരെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞിട്ട് ഇന്ന് പുൽക്കൂടാണല്ലോ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെക്കാൾ. ശരിക്കും ഈശോ ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. പക്ഷെ ഇന്ന് ആ ഹൃദയങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് അന്നത്തെ പുൽക്കൂട് ഇന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം നമ്മുടെയൊക്കെ നേരെ ഒരു വിരൽ ചൂണ്ടൽ കൂടിയാണ്. കാരണം എല്ലാ ഹൃദയം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് കാർലോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഹൃദയം ഒരുക്കി ഓരോ ദിവസവും, അത് ക്രിസ്മസിന് വേണ്ടി മാത്രമല്ലല്ലോ, ഓരോ ദിവസവും ഈശോ നമ്മുടെ ഉള്ളിൽ ജനിക്കണം. ആ ഒരു അർത്ഥത്തിലാണ് കാർലോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നമുക്ക് തുടരാം. കാർലോയുടെ ജീവിതത്തിൽ കാർലോ വിശുദ്ധ കുർബാനയെ ജീവിതത്തിൻ്റെ ഉത്തരമായിട്ടാണ് കണ്ടത്. അത് എന്തുകൊണ്ടാണെന്നാണ് പലരും ചോദിക്കുന്നത്. എങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമായി വിശുദ്ധ കുർബാനയെ കാർലോയ്ക്ക് കാണാൻ സാധിച്ചു? അതിനുത്തരം ദൈവ സാന്നിധ്യ സ്മരണയാണ്. വിശുദ്ധ കുർബാനയിലെ തൻ്റെ ജീവിതത്തിലെ ദൈവ സാന്നിധ്യ സ്മരണ കാർലോയുടെ ജീവിതത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചെറിയ തെറ്റ് പോലും കാർലോനെ സമ്മതിക്കാതിരുന്നത് ഈശോ എൻ്റെ അടുത്തുണ്ട്, ഈശോ അടുത്തുള്ളപ്പോൾ എനിക്ക് എങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊരു ചിന്തയാണ്. രണ്ടാമതായി കാർലോയുടെ ജീവിതത്തിൽ നാം കാണുന്നത് കാർലോയ്ക്ക് വളരെ ധൈര്യമായിരുന്നു. ഈശോനെ പറ്റി മറ്റുള്ളവരോട് പറയാനും മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും ഈശോയെ പ്രഘോഷിക്കുവാനും നല്ല ധൈര്യമായിരുന്നു. മൂന്നാമതായി നാം കാണുന്നത് ദൈവഹിതമനുസരിച്ച് കാർലോയ്ക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിച്ചു. ദൈവഹിതം മനസ്സിലാക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും മുമ്പും ഇത് ദൈവഹിതമാണോ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കുവാനും അത് ചോദിച്ചറിഞ്ഞ് ദൈവഹിതമാണെങ്കിൽ അവിടെ ചെയ്യാനുള്ള ധൈര്യവും അത് ചെയ്യാനുള്ള സന്മനസ്സും കാർലോയ്ക്ക് ഉണ്ടായിരുന്നു എന്നത് കാർലോയുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയെ കാർലോ എങ്ങനെ ഉത്തരമായി കണ്ടു എന്നത് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ കുർബാനയെ നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായി മാറാനും നമ്മുടെ ജീവിതത്തിന് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കാൻ വിശുദ്ധ കുർബാനയിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാത്തിൻ്റെ ഉത്തരമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം വിശുദ്ധ കുർബാനയിൽ കിട്ടും എന്നുള്ളത് വലിയൊരു ആഴമാണ്. കാരണം നമ്മുടെയൊക്കെ അമ്മച്ചിമാരും അല്ലെങ്കിൽ പഴയപ്പച്ചന്മാർക്കൊക്കെ ആകെ ഉണ്ടായിരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് രാവിലത്തെ കുർബാനയ്ക്ക് പോയി നിന്ന് എല്ലാ സങ്കടവും പറയുന്ന ഒരിടം മാത്രമായിരുന്നു. തീർച്ചയായിട്ടും അത് കാർലോ ഇന്നത്തെ ഒരു പുതിയ തലമുറയെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്നൊരു പുതിയ തലമുറയെ, നമ്മുടെ പിന്തുടർച്ചക്കാരായ ചെറുപ്പക്കാരെയും ടീനേജേഴ്സിനെയും ഒക്കെ കാർലോ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്. കാരണം നമ്മളെല്ലാവരെയും വളരെ വ്യക്തതയോടെ ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം ജീവിതം കൊണ്ട്. വിശുദ്ധ കുർബാനയിൽ എല്ലാത്തിനും ഉത്തരവുണ്ട്. ദിവ്യകാരുണ്യ അർപ്പണത്തിൽ, വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ, വിശുദ്ധ കുർബാനയുടെ മുൻപിൽ, ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയിൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. നമുക്ക് ധ്യാനിക്കാം, നമുക്ക് ആരാധിക്കാം, നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാം. അതാണ് കാർലോ നമ്മളെ ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ എപ്പിസോഡിനെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് മറ്റു ചിലരെ കേൾക്കാം. കാരണം കാർലോയുടെ ഈ നമ്മൾ പങ്കുവച്ചതുപോലെയുള്ള വ്യത്യസ്ത ജീവിതാനുഭവങ്ങളും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ തങ്ങളുടെ ജീവിതങ്ങളിൽ അതെങ്ങനെ ഒരു സ്വാധീന ശക്തിയായി എന്ന് ഇവർ പങ്കുവയ്ക്കുന്നത് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സിൻസില സെബാസ്റ്റ്യൻ. കമ്പ്യൂട്ടറും മൊബൈൽ ഫോൺസും ഇൻ്റർനെറ്റും ഒക്കെ നമ്മുടെ യുവാക്കളെയും കുട്ടികളൊക്കെ ഒരുപാട് വഴിതെറ്റിക്കുന്നു പറയുന്ന ഈ ഒരു കാലത്ത് ഇവയെല്ലാം വളരെ വിശുദ്ധിയോടുകൂടി ഉപയോഗിച്ച് നമുക്കൊക്കെ വളരെ മാതൃകയായിരിക്കുന്നൊരു വിശുദ്ധനാണ് കാർലോ അക്യൂട്ടീസ്. പഴയകാല വിശുദ്ധരെയൊക്കെ കണ്ട് ശീലിച്ച് നമുക്ക് ഈ വിശുദ്ധൻ വളരെ ഒരു പുതുമയാണ്. കാരണം ടീഷർട്ടൊക്കെ ധരിച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നമ്മളെപ്പോലെ ഒരു വിശുദ്ധൻ, അതാണ് നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നുക. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വിശുദ്ധനായ അല്ലെങ്കിൽ വാഴ്ത്തപ്പെടാനാകുന്ന ആ ഒരു സന്തോഷവും ഒരു അമ്പരപ്പൊക്കെയാണ് നമുക്ക് ആ വിശുദ്ധനെ കാണുമ്പോൾ തോന്നുന്നത്. വിശുദ്ധൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ഒരു വിശുദ്ധരാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള നന്മകളെല്ലാം നമ്മളെ അറിയുന്ന നമ്മുടെ നല്ലവനായ അപ്പൻ നമുക്ക് തന്നുകൊള്ളും എന്ന്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച് തൻ്റെ ലഘുപാപങ്ങൾ പോലും ആഴ്ചയിലൊരിക്കൽ പോയി കുമ്പസാരിച്ച് ഈശോയുടെ ഏറ്റവും ചേർന്ന് നടക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു വിശുദ്ധനായിരുന്നു ഈ പറഞ്ഞ കാർലോ അക്യൂട്ടീസ്. നമ്മളൊക്കെ വിചാരിക്കും ഈ വിശുദ്ധരാകുക എന്നൊക്കെ പറഞ്ഞാൽ ഈ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ രക്തസാക്ഷികൾക്കൊക്കെ മാത്രം പറ്റുന്നൊരു കാര്യമാണെന്ന്. പക്ഷേ നമ്മളെപ്പോലുള്ള ഒരു കൊച്ചു പയ്യന്മാർക്കും യുവതികൾക്കും കുട്ടികൾക്കും ഒക്കെ വിശുദ്ധരാകാം എന്നുള്ളതാണ് കാർലോ അക്യൂട്ടീസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് അബി മാത്യൂസ്.
സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ആദ്യമായിട്ട് കാർലോ അക്യൂട്ടിസ് എന്ന ആളെ ഞാനും പരിചയപ്പെടുന്നത്. ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഒരു ആകർഷണീയത തോന്നി. മറ്റൊന്നുമല്ല, ടീഷർട്ട് ധരിച്ചും കൂളിംഗ് ഗ്ലാസ് വെച്ചൊക്കെയുള്ള ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധനിരയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരാളെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും പഠിക്കണമെന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അതിനുള്ള സാധ്യതകളും വന്നു. കാർലോയുടെ ജീവിതത്തിലേക്ക് കടന്നു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ ഒരു നല്ലൊരു വിശ്വാസിയായിട്ട് പ്രാക്ടീസിങ് ഫെയ്ത്തുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് കാണാൻ സാധിച്ചത്. വിശുദ്ധ കുർബാന അർപ്പിക്കുക, ദിവ്യാരാധനയിൽ പങ്കെടുക്കുക, അങ്ങനെ തുടങ്ങി കാവൽമാലാഹയോട് പ്രാർത്ഥിക്കുന്ന പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം സമൂഹത്തിൽ നിന്ന് മാറി ഒരു വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ഒരാളൊന്നുമല്ല. അങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത ജീവിതം നയിച്ച ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ ഇടയിലും സമൂഹത്തിൻ്റെ ഇടയിലും ഫാമിലിയുടെ ഇടയിലും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പെൺകുട്ടിയോട് പ്രേമമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ജീവചരിത്രത്തിൽ തന്നെ കോറിയിട്ടിട്ടുണ്ട്. അങ്ങനെ നിന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധയിലേക്ക് തിരിയുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി നല്ല ഡീപ്പ് റൂട്ടഡ് ഫാമിലി, നല്ല ഫെയ്ത്തുള്ള ആഴത്തിൽ ഫെയ്ത്തുള്ള ഒരു ഫാമിലി ആയിരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും എനിക്ക് തെറ്റി. ഒരു സാധാരണമായ ഒരു കുടുംബം നയിക്കുന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ എന്തായിരിക്കും കാർലോയെ ഇങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ച ഫാക്ടർ എന്ന് തിരഞ്ഞെടുക്കൊണ്ടിരുന്നപ്പോൾ കാർലോ പറഞ്ഞൊരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. മറ്റൊന്നുമല്ല, നമ്മുടെ മുമ്പിൽ യെസ് നോ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീ വില്ല് ദൈവം തന്നെ നൽകിയിട്ടുണ്ട്. ആ ഒരു ഇച്ഛാശക്തി എങ്ങനെ ശരിയായി വിനിയോഗിക്കണമെന്ന് കാർലോ പറയുന്നുണ്ട്. ആ ഇച്ഛാശക്തി അനുസരിച്ച് ശരിയായിട്ടുള്ള തിരഞ്ഞെടുക്കാനുള്ള ഒരു കൃപ അദ്ദേഹം ആർജിച്ചെടുത്ത് ക്രിസ്തുവിൽ നിന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപക്ഷെ ടീനേജ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. നമ്മൾ ഒരുപക്ഷെ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോശമായ വീഡിയോസൊക്കെ കാണുമ്പോൾ അത് കാണാനുള്ളൊരു ടെൻഡൻസിയൊക്കെ നമുക്കുണ്ടാവും. അങ്ങനെയുള്ള ടെൻഡൻസിയുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഇച്ഛാശക്തി കൃത്യമായി വിനിയോഗിച്ച് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കും, തെറ്റായിട്ടുള്ളത് നോ പറയുകയും ചെയ്യണമെന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇച്ഛാശക്തിയിലൂടെ അദ്ദേഹം ശരിയായിട്ടുള്ള തിരഞ്ഞെടുത്തതിലൂടെ നമുക്കറിയാം കാർലോയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും കാർലോയുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമായി മാറി. അതായത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഇങ്ങനെയൊരു കാര്യം മാത്രമല്ല, എല്ലാ മേഖലകളിലും അദ്ദേഹം ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം ആയിരിക്കുന്ന ഫാമിലിയിലും കമ്മ്യൂണിറ്റിയിലും സമൂഹത്തിലും ഒക്കെ ഒത്തിരി പ്രകാശം നിറഞ്ഞൊരു മനുഷ്യനായി ജീവിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫാമിലിയൊക്കെ കൂടുതൽ ഡീപ്പ് റൂട്ടഡ് ഫെയ്ത്തിലേക്ക് മാറുകയും അദ്ദേഹം സമൂഹത്തിൽ തന്നെ ഒരു നല്ല പ്രകാശമുള്ള മനുഷ്യനായി മാറുകയും അദ്ദേഹത്തിൻ്റെ പ്രകാശം ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു. നമുക്കറിയാം, നമ്മൾ ഈ കാർലോയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഈ ഒരു ബോധ്യമാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു യെസ്സോ നോയോ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ക്രിസ്തുവിൻ്റെ മാർഗ്ഗത്തിലോട് ചേർന്ന് നിന്ന് ഈ ഒരു യെസ് ചൂസ് ചെയ്യാനുള്ള കൃപ കർത്താവിൽ നിന്ന് ആർജിച്ചെടുക്കാൻ കാർലോയെ പോലെ നമുക്കും സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മളായിരിക്കുന്ന സമൂഹത്തിലും നമ്മുടെ വീട്ടിലും നമ്മൾ സഞ്ചരിക്കുന്ന എല്ലാ ഇടങ്ങളിലും നമുക്കും പ്രകാശം പരത്താൻ സാധിക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ ചെറിയ ചെറിയ യെസ്സുകൾ കൊണ്ടാണ് വലിയ വലിയ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കുന്നത്, വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു മനുഷ്യരായി എല്ലാവരും മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. കാർലോ അക്യൂട്ടിസ് തൻ്റെ ജീവിതത്തിൽ ഈശോയെ പ്രണയിച്ച എല്ലാ വഴികളിലും മറ്റുള്ളവരെ കൂടി ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു യഥാർത്ഥമായ സുവിശേഷകനായിരുന്നു. അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പ്രത്യേകമായി ചിന്തിക്കുമ്പോൾ അത് വളരെ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇവിടെ ഈ പങ്കുവെക്കലുകളിലും നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ്. വളരെ ആഴമുള്ള വിശ്വാസത്തിൽ ആഴവും കാമ്പുമുള്ള ഒരു ടീനേജറായിട്ട് ഈ ലോകം വിട്ടു പോകാൻ കാർലോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമുക്കും അങ്ങനെ ആഴവും കാമ്പും വിശ്വാസത്തിൽ കൂട്ടിവെക്കുന്ന കാമ്പുള്ള വിശ്വാസികളായിട്ട് നമുക്കും മാറാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനാഗ്രഹിക്കുകയും അതിനായിട്ട് പ്രയത്നിക്കുകയും നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് ഈ എപ്പിസോഡിൽ ഇത്രയും മനോഹരമായ വിശേഷങ്ങൾ പങ്കുവച്ച നമ്മുടെ 2 ബ്രദേഴ്സിനും നന്ദി പറയുന്നു. നമുക്ക് ഹൈവേ ടു ഹെവൻ വീണ്ടും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.